വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്ത സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. ആ സമയത്ത് പെൻഷനുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളാണ്. കൊച്ചി മെട്രോ ആരാണ് കൊണ്ടുവന്നത്, നടപ്പിലാക്കിയതും? ഉമ്മൻചാണ്ടി സർക്കാരാണ്. കണ്ണൂർ എയർപോർട്ട് ആരാണ് കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത്? അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. വിഴിഞ്ഞം പദ്ധതി, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്ന് നടപ്പാക്കുന്നത്? ആരാണ്? ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഒരു മെയ് 4-ാം തീയതി കഴിയുമ്പോൾ സൗജന്യ യാത്ര KSRTC കിട്ടുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പണിക്ക് പോകുന്ന അമ്മമാര്, ഹോട്ടലിൽ പാത്രം കഴുകാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പൊ പുതിയുഗ യാത്ര കടന്നു പോകുമ്പോഴും അവർ ആവശ്യപ്പെട്ടതും ആ യാത്ര നടന്നതൊക്കെ തീരദേശ മേഖലയിലാണ്. അവിടെ അപകടരഹിതമായിരിക്കുന്ന ഒരു മത്സ്യബന്ധന സാധ്യതകളിലേക്ക് സർക്കാർ കടന്നു വരണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലാണ്, ചിറയൻകീഴ്. രമ്യ ഹരിദാസ് എന്നുള്ള പേര് പറയുമ്പോൾ തുടക്കത്തിൽ മുതൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്ന് ഇന്നിപ്പോ പ്രചരണങ്ങളൊക്കെ വലിയ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ വരെ എത്തി പ്രചാരണങ്ങൾ? എങ്ങനെയാണ്? കാരണം മണ്ഡലത്തിലെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങള്, ചർച്ച്, പള്ളികള്, അതേപോലെ തന്നെ അമ്പലങ്ങള്, മസ്ജിദ്, അങ്ങനെയുള്ള സ്കൂളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ കയറി, അതേപോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കള്, അവിടെ തൊഴിലെടുക്കുന്ന അമ്മമാര്, സഹോദരിമാര്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ്, അതേപോലെ തന്നെ പട്ടികജാതി ഉന്നതികളിലേക്കുള്ള ഭവന സന്ദർശനങ്ങൾ ഇപ്പം തുടങ്ങി ആരംഭിച്ചു. അത് മുന്നോട്ട് പോകുന്നതോടൊപ്പം നാളെ ഇപ്പം വാഹന പ്രചരണം കൂടി അതിനോടൊപ്പം ആരംഭിക്കുകയാണ്. അപ്പൊ വലിയൊരു ആവേശത്തിലാണ് ചിറയൻകീഴ് ഈ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നതും. ടീം UDF വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് ഏറെ ദൂരം പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഈ പ്രാദേശിക നേതാക്കന്മാർ മതി എന്നുള്ളൊരു ആവശ്യമായിരുന്നല്ലോ തുടക്കത്തിലൊക്കെ. അതൊക്കെ മാറി എല്ലാവരും ഒത്തുചേർന്ന് ഈ പറയുന്നത് പോലെ ടീം UDF ആയിട്ട് മുന്നോട്ട് പോകുന്നു. രമ്യ എത്തിയതിനു ശേഷമുള്ള ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പൊ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, അല്ലെങ്കിൽ അവർക്ക് നേതാക്കന്മാരോട് നേരിട്ട് തങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരം ഇത് മാത്രമാണ്. അങ്ങനെയുള്ള സമയത്ത് ചിറയൻകീഴുകാര് എന്തൊക്കെ പരാതികളാണ് പറയുന്നത്? സ്വാഭാവികമായിട്ടും അറിയാലോ, കോൺഗ്രസിൽ ഒരുപാട് പേര് നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി അവസാനം തീരുമാനിക്കുന്ന, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളുകൾക്കാണ് അവസരം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം 100 സീറ്റിലധികവും UDF നേടി മെയ് 4-ാം തീയതി റിസൾട്ട് എണ്ണി കഴിയുമ്പോൾ സർക്കാർ വരുമ്പോൾ അതിൽ ചിറയൻകീഴ് ഉണ്ടാകണം എന്നുള്ളതാണ് UDF ഒറ്റക്കെട്ടായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, ഒരു നിമിത്തമായിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ നമ്മൾക്കതിന്റെ എന്താ പറയുക, ഒരു വലിയൊരു ആവേശവും ഒരു പിന്തുണയൊക്കെ ടീം UDFനൊപ്പം, അതേപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ഒരു വലിയ പിന്തുണയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടുള്ള യാത്രയിലുണ്ട്. ഇപ്പോ ജനങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഉന്നയിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു മാറ്റം വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നും നടന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിരുന്നോ? അപ്പം ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള, മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുമുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, മുതലപ്പൊഴി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിരുന്ന ഒരു കുടുംബത്തിൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു ഗൃഹനാഥൻ മരണപ്പെട്ടു പോയാൽ ആ ജീവിതത്തിന്റെ താളം തെറ്റും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പൊ പുതിയുഗ യാത്ര കടന്നു പോകുമ്പോഴും അവർ ആവശ്യപ്പെട്ടതും ആ യാത്ര നടന്നതൊക്കെ തീരദേശ മേഖലയിലാണ്. അവിടെ അപകടരഹിതമായിരിക്കുന്ന ഒരു മത്സ്യബന്ധന സാധ്യതകളിലേക്ക് സർക്കാർ കടന്നു വരണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കയർ എന്ന് പറയുന്ന വ്യവസായം ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു, അന്യം നിന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരൻ കൊണ്ട് നടന്നിരുന്ന തൊഴിലിടങ്ങളായിരുന്നു. പക്ഷെ അവരുടെ ജീവിത വരുമാനം ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അവർക്ക് അതിജീവിക്കുവാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് കരകയറണം. ജനങ്ങൾക്ക്, സാധാരണക്കാരെ സംബന്ധിച്ച് അതാണ്. അതിനുള്ള പദ്ധതികളൊക്കെ UDF ഇപ്പൊ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അറിയാലോ, കഴിഞ്ഞ പുതിയുഗ യാത്രയുടെ സമാപനത്തിന്റെ സമയം ഏറെ പ്രിയങ്കരനായ രാഹുൽജി കേരളത്തിൽ വന്ന് 5 ഇന്ദിര ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിറയൻകീഴ് പോലെയുള്ള പ്രദേശങ്ങളിലെ അമ്മമാര്, മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലും വ്യാപാരി കടകളിലുമൊക്കെ എന്താ പറയാ
തൊഴിലെടുക്കാൻ പോകുന്നവരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസം കിട്ടുന്ന വരുമാനത്തിൽ ഒരു വിഹിതമെങ്കിലും ഈ ബസ് യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയാണ്. അപ്പം രാഹുൽജി അന്ന് പ്രഖ്യാപിച്ച KSRTCയിൽ സൗജന്യ ബസ് യാത്ര സഹോദരിമാർക്ക് കൊടുക്കുമ്പോൾ ആ തുക അവർക്ക് മിച്ചം പിടിക്കാൻ സാധിക്കും. അതിലവർ കുഞ്ഞുങ്ങളുടെ പഠനമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീടിന്റെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നിന്ന് വീട് പുതുക്കുന്ന പ്രവർത്തനം നടക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാനൊക്കെ ആ മിച്ചം പിടിക്കുന്ന തുക അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവരാഗ്രഹിക്കുന്നു ആ പദ്ധതി ഒരു ആശ്വാസമായിട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾ, ഇപ്പൊ നമ്മളൊക്കെ കൗമാരപ്രായ കാലഘട്ടം കടന്നു വന്ന ആളുകളാണ്. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു കുപ്പിവള വാങ്ങിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളിലെ കുപ്പിവള വാങ്ങിക്കാൻ പറ്റിയിരുന്നു, നല്ലൊരു കമ്മലുകൾ വാങ്ങിക്കാൻ പറ്റിയിരുന്നു, നല്ലൊരു ഉടുപ്പ് മേടിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, കൂട്ടുകാരൊക്കെ നല്ല ബാഗുമായിട്ട് വരുമ്പം അല്ലെ, നല്ല പെൺകുട്ടികളൊക്കെ നല്ല ബാഗൊക്കെ ഇട്ട് വരുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബാഗൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതേപോലെ നോട്ട് പുസ്തകങ്ങളാണെങ്കിലും 2 വശത്ത് എഴുതിയിരുന്ന ഒരു കാലഘട്ടം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ അവരുടെ പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുകയാണ്. ചുമടെടുക്കാൻ പോകുന്ന, അരിച്ചാക്ക് ചുമക്കാൻ പോകുന്ന ഒരച്ഛന്റെ മകൾക്ക് ഒരു പോക്കറ്റ് മണി ചോദിക്കുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. മരമില്ലിൽ മരം എടുത്തു മാറ്റാനും മരത്തിന്റെ പണികൾക്കും പോകുന്ന ഒരാളുടെ മകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കുക എന്ന് പറയുന്നത് കഴിയുന്നതല്ല. അപ്പൊ ആ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ആ പ്രായത്തിൽ ഉണ്ടാകും. അതിനെല്ലാം ഉതകുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്താൻ പോവാണ് UDF സർക്കാർ വരുന്ന സമയത്ത്. 3000 രൂപയിലേക്ക് പെൻഷൻ ഉയർത്താൻ പോവാണ്. കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വാർദ്ധക്യകാല പെൻഷനും വിധവ ആയിരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷനും കൂടി വാങ്ങാമായിരുന്നു. പക്ഷെ അത് പിന്നീട് നിർത്തലാക്കി. ഇപ്പൊ അമ്മമാർക്കായിട്ട് 3000 രൂപയുടെ പെൻഷൻ തുക ഉയർത്തുമ്പം അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ക്ഷണിക്കാതെത്തുന്ന അസുഖങ്ങൾ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് പദ്ധതി വരികയാണ്. പെൻഷൻ വാങ്ങുന്ന അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് കഷായം മേടിക്കാനും ഒരു തോർത്തുമുണ്ട് മേടിക്കാനും അവരാഗ്രഹിക്കുന്ന കൊച്ചുമക്കളൊക്കെ വീട്ടിൽ വരുമ്പം ആ തുക കൊടുക്കാനും. അത് പക്ഷേ ഇപ്പൊ LDF പറയുന്നത് നിലവിൽ ഇതിങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുന്നത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ള ഒരു അവകാശവാദം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിനു മുൻപ് വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്ത സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. ആ സമയത്ത് പെൻഷനുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളാണ്, നടപ്പിലാക്കി സക്സസ് ആയിരിക്കുന്ന പദ്ധതികൾ. അറിയാലോ, കർണാടകയിൽ രാഹുൽജിയും പ്രിയങ്കാജിയും കൂടി പ്രഖ്യാപിച്ച പദ്ധതികൾ അത് നടപ്പിലാക്കി നല്ല രീതിയിൽ സർക്കാർ ഭരണം കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ തെലങ്കാനയിൽ ഒക്കെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പൊ മറ്റൊരു സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക സർക്കാരിന്റെ ഒരു സേവനം കേരളത്തിൽ സാധാരണക്കാരായിരിക്കുന്ന അമ്മമാർക്ക് കിട്ടുന്നതിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് അസ്വസ്ഥത ഉണ്ടാവാം. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ ആഗ്രഹിക്കുന്നത് UDF വരണം, ഈ പദ്ധതികളെല്ലാം നടപ്പിലാകണം, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ളതാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ രാവിലെ തന്നെ ഈ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഉറപ്പിന്റെ ഫലത്തിൽ അല്ലെങ്കിൽ അവരുടെ പേരിലൊക്കെ ഒരു പദ്ധതി, അതായത് സൗജന്യ യാത്ര, അതിന്റെ ഭാഗമായിട്ടൊരു യാത്രയൊക്കെ നടത്തി. പക്ഷെ അപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ ആളുകൾക്ക് വന്ന് ചട്ടലംഘനം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോ ചെറിയൊരു പാളിച്ച എവിടെയെങ്കിലും സംഭവിച്ചെന്ന് തോന്നുന്നു? ഒരിക്കലും ഇല്ല. കാരണം മഹിളാ കോൺഗ്രസും ഇവിടുത്തെ UDFന്റെ വനിതാ വിഭാഗവും കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്ത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDYF സംവിധാനം, അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്, INDUC, കർഷക കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, അവരൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഏറ്റെടുക്കേണ്ടത് മഹിളാ കോൺഗ്രസും വനിതാ ലീഗും ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളും വനിതാ സംഘടനകളും. അവരൊരു പരിപാടി പ്ലാൻ ചെയ്തു. അത് ചിറയൻകീഴിൽ നിന്ന് കോരാണി വരെയായിരുന്നു. അപ്പൊ രാവിലെ ഞാൻ ഭവന സന്ദർശനമായതുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പുളിമൂട് ജംഗ്ഷനിൽ നിന്നാണ് വന്ന് കയറുന്നത്. വനിതാ പ്രവർത്തകർ തന്നെ എല്ലാ ജംഗ്ഷനിലും ആളുകൾ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. അവരതിനകത്ത് കയറി, അല്ലാത്ത ആളുകൾ കയറി ഇപ്പൊ ബസ്സിന്റെ പൈസ കൊടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഈ ഒരു മെസ്സേജ്, കാരണം എന്താ വെച്ചാല് വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു മെസ്സേജ്, ഇതൊരു പ്രതീകാത്മക യാത്രയാണ്. അപ്പൊ അതിലൊരു അസഹിഷ്ണുത തോന്നിയിട്ടായിരിക്കാം അപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അറിയിച്ചു എന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പരിപാടി ഒന്നും തടസ്സപ്പെട്ടിട്ടില്ല. ഞാൻ ആ പരിപാടിയിൽ കയറിയത് മുതൽ എല്ലാ മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുത്ത്, നിങ്ങൾക്ക് അതിനു മുൻപുള്ള അഭിമുഖമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സമാപിക്കുന്നത് ഇന്നലെ അനൗൺസ് ചെയ്ത ആ പോയിന്റിൽ സമാപിച്ച് അവിടെയുള്ള കടകളിലെല്ലാം ഞങ്ങൾ കയറി ഓട്ടോ തൊഴിലാളികളെയൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷമാണ് ഇങ്ങനെ ബസ് തടഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആ
വിഷ്വൽ അവർക്ക് അങ്ങനെ കാണാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പാളിച്ചയൊന്നും ഇല്ല, ഒരു പാളിച്ചയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഒരു മെയ് 4-ാം തീയതി കഴിയുമ്പോൾ സൗജന്യ യാത്ര KSRTC കിട്ടുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പണിക്ക് പോകുന്ന അമ്മമാര്, ഹോട്ടലിൽ പാത്രം കഴുകാൻ പോകുന്ന, വീട്ടുപണിക്ക് പോകുന്ന അമ്മമാര്, അടിച്ചു തുടയ്ക്കാൻ പോകുന്ന അമ്മമാര്, അവര് ദൂരെ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ആറ്റിങ്ങലിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോയിട്ട് തൊഴിലെടുത്ത് വരുന്ന മിച്ചം പിടിക്കാൻ പറ്റുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക അവർക്ക് സേവിങ്സ് ആയിട്ട് വരികയാണ്. അതിൽ എന്തിനാ ഇത്ര അസഹിഷ്ണുപ്പെടുന്നത്? ഉറപ്പായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, UDFന്റെ സർക്കാർ കേരളത്തിൽ ജയിക്കും, UDF നയിക്കും, ജനങ്ങള് ജയിക്കും, ജനങ്ങൾ നയിക്കും. അപ്പൊ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കും. ഈ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണല്ലോ വാഗ്ദാനങ്ങളായിട്ട് നൽകുന്നത്. പൊതുവെ ഒരു ജനങ്ങൾക്കിടയിൽ തന്നെ ഇപ്പൊ വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രഖ്യാപിക്കുന്നതല്ലേ ഇത്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവര് ജയിക്കുന്ന ആൾക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് ഗുണം എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം നമ്മുടെ കേരളത്തില് ഏറെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ വൈദ്യുതി നിരക്ക് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് അത് എത്രയിലേക്ക് ആക്കി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വൈദ്യുതി നിരക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും അവകാശവാദം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പവർ കട്ട് ഇല്ലാത്ത വർഷങ്ങളാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വൈദ്യുതി എടുക്കുന്നതുമായി നമ്മൾ വാങ്ങിക്കുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സർക്കുലറിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ വന്ന് പട്ടിമറിച്ചു. ഇപ്പൊ ഏറ്റവും വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. എന്നിട്ട് ഈ പാവങ്ങളുടെ നേരെ ഈ ഭയങ്കര ബില്ലുമായിട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും, ഇപ്പൊ കൊച്ചി മെട്രോ ആരാണ് കൊണ്ടുവന്നത്, നടപ്പിലാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. കണ്ണൂർ എയർപോർട്ട് ആരാണ് കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത്, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. വിഴിഞ്ഞം പദ്ധതി, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്ന് നടപ്പാക്കുന്നത്, ആരാണ്? ഉമ്മൻചാണ്ടി സർക്കാരാണ്. അങ്ങനെ തുടങ്ങി മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തില് നിങ്ങൾ ആലോചിക്കണം. മഞ്ചേരി മെഡിക്കൽ കോളേജ്, വയനാട്, പാലക്കാട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉള്ള പ്രദേശങ്ങൾ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. കാസർഗോഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോളേജുകളെല്ലാം ആരംഭിച്ചിരിക്കുന്നതെല്ലാം UDFന്റെ സർക്കാർ കാലഘട്ടത്തിലാണ്. പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊച്ചി എയർപോർട്ട്, അന്നത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തത് കോൺഗ്രസ് UDFന്റെ നേതൃത്വത്തിലാണ്. അതിലൊന്നും അസഹിഷ്ണുത പൂണ്ടിട്ട് കാര്യമില്ല. ഇന്ന് സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ ആളുകളാണ്. എത്ര പെൺകുട്ടികൾ പീഡനത്തിനിരയായി ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കാണുകയാണ്. പീഡനത്തിനിരയായത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ അതിനകത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, ഒരു പെൺകുട്ടിക്ക് രാത്രി യാത്ര ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം. അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സ്കൂളിന്റെ പിൻവശം അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന് ഒഴിഞ്ഞു കിടക്കുന്ന പിൻവശമെല്ലാം ലഹരി മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെല്ലാം വഴിവെച്ചു കൊടുത്തത് ഈ സർക്കാരല്ലേ? നമ്മുടെയൊക്കെ വീടിനടുത്ത് അടുത്ത വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ പോലും നമ്മൾ ഒരു സഹോദരനായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുന്ന സാഹചര്യം. തിരുവനന്തപുരത്ത് തന്നെയല്ലേ ഒരു ഉമ്മയുടെ കഴുത്തിൽ ഷോള് കുഴുക്കിയിട്ട് പിന്നോട്ട് വലിച്ച് പുതിയ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. താമരശ്ശേരിയിലാണ് നിങ്ങൾ എന്നെ പ്രസവിച്ചതിനുള്ള കൂലിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കളുടെ മനസ്സിലേക്ക്. അപ്പൊ ഇതെല്ലാം അനുഭവിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലമാണ്. ദുരിതങ്ങളുടെ കാലഘട്ടമായിരുന്നു. നെൽകർഷകര് അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല. അവര് രാവും പകലും അധ്വാനിച്ച് കൊയ്തെടുത്ത് മെതിച്ച് മുറ്റത്ത് കൂട്ടിവെക്കുന്നത് മഴ പെയ്യുമ്പം ഒലിച്ചു പോവുക. എടുക്കാൻ ആളില്ല, എടുക്കുന്നില്ല സർക്കാർ, വില നിശ്ചയിക്കുന്നില്ല, തറവില നിശ്ചയിക്കുന്നില്ല. നാളികേര കർഷകര്, മത്സ്യത്തൊഴിലാളികൾ എത്രയോ കാലമായിട്ട് പറയുന്ന അവരെ ആവശ്യങ്ങളുണ്ട്. അവരെ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. ഇതെല്ലാം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇനി പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് പോയാൽ ഒരു സ്ഥലത്തും പണമില്ല. സർക്കാർ കുറെ സർക്കുലർ ഇറക്കും. ആ ഇറക്കുന്ന സർക്കുലറുകളിലുള്ള പദ്ധതികളെ വെക്കാൻ പറ്റൂ.
പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സംവിധാനം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവിടെ എന്താണോ ആ മേഖലയ്ക്ക് ഉചിതമായിരിക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതെല്ലാം മുകളിൽ നിന്ന് 100 രൂപ അവർക്കുണ്ടെങ്കിൽ 100 രൂപയ്ക്കുള്ള പദ്ധതി ഇവർ കൊടുക്കുക. ഒരു പഞ്ചായത്തിന് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനമെടുത്ത് അവർക്കൊരു പദ്ധതി വെക്കാൻ കഴിയുന്നില്ല, ബില്ലുകൾ മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതായത് ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വലിയ മാറ്റം വരേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരൊറ്റ കാര്യം കൂടെ, അതായത് ഈ തിരഞ്ഞെടുപ്പിലെ ജാതീയ പരാമർശങ്ങൾ, ജാതീയ സ്പിരിറ്റ് അതുണ്ടോ, അത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അതിനോടുള്ള രമ്യ ഹരിദാസിന്റെ ഒരു മറുപടി എങ്ങനെയാണ്? തുടക്കത്തിൽ മുതൽ തന്നെ ചില ജാതീയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം ചില അസഹിഷ്ണുതയുള്ള ആളുകൾ അതൊക്കെ പറയും. ഇപ്പൊ നമ്മള് കാണുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും കരുതലും ഉണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോഴാണ് ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിഷമം, നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ പറയാത്ത പല കാര്യങ്ങളുമായിരിക്കും അതിൽ. പിന്നീട് നമ്മൾ അത് അന്വേഷിച്ചു പോകുമ്പോൾ അതെല്ലാം ഫേക്ക് ഐഡികളാണ്. മുഖം പോലും കാണിക്കാതെ അസഹിഷ്ണുതയുടെ ഒരു ആൾരൂപമായി മാറിക്കൊണ്ട് പിന്നിൽ നിന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് അറിയാലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അധിക്ഷേപങ്ങളൊക്കെ നടത്തിയാലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ മുന്നോട്ട് വരാൻ എത്രത്തോളം നമ്മളൊരു കഠിനാധ്വാനമുണ്ട്. ഈ രീതിയിൽ നമുക്ക് സംസാരിക്കാനും നടക്കാനും എന്താ പറയാ 10 ആളുകളോട് വന്ന് എങ്ങനെയാണ് ഇടപഴകേണ്ടതൊക്കെ നമ്മൾ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്തതാണല്ലോ നമ്മളെല്ലാം. അപ്പൊ നമ്മൾ ആ ആർജിച്ചെടുത്തിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ടും ഇതിനെയൊക്കെ നേരിട്ടുകൊണ്ട് കരുത്തരായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളത്. എന്തായാലും ചിറയൻകീഴ് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. അത് 100% ഉറപ്പാണ്. കാരണം കേരളത്തിൽ ടീം UDF 100 സീറ്റിലധികമായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ ചിറയൻകീഴ് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ചിറയൻകീഴ് UDF-നൊപ്പം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ അമ്മമാരും അനുജത്തിമാരും സഹോദരന്മാരും അനുജന്മാരും എല്ലാവരും തയ്യാറായി കാത്തിരിക്കുകയാണ്. അതിനായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ പ്രാർത്ഥനയുണ്ട്.